ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഫോറക്സ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ്. നമ്മുടെ സ്കാൽപ്പർ ബോട്ടിൻ്റെ ADX ബോട്ടിൻ്റെ വേർഷൻ 2നെ കുറിച്ച് കുറച്ച് റിസ്ക് മാനേജ്മെൻറ്റും കൂടിയും അതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഒന്നുകൂടി കഴിഞ്ഞ വേർഷനേക്കാൾ ഒന്നുകൂടി ബെറ്ററായിട്ട് അത് ഉപയോഗിക്കാനും പറ്റും. അതുപോലെ പല ആൾക്കും അതിൻ്റെ SLൻ്റെ കാര്യത്തിൽ പല സംശയങ്ങളുണ്ട്. അതെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെഫറൽ IDയിൽ നിങ്ങൾ XNS അല്ലെങ്കിൽ അൽപ്പാരി സ്റ്റാർ അതിലേതെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ XNS ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെഫറിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബോട്ട് ഉപയോഗിക്കാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ ഇനി നിങ്ങളുടെ കയ്യിൽ XM ആണെങ്കിൽ XMൽ നിങ്ങൾ എൻ്റെ പാർട്ട്ണർ കോഡ് നിങ്ങൾ അടിച്ചിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലും നിങ്ങൾക്ക് ഞാൻ അത് ആക്റ്റീവാക്കി തരുന്നത്. അപ്പോൾ പാർട്ട്ണർ കോഡ് A2Z123 എന്നാണ് അതിൻ്റെ കോഡ്. അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു കോഡ് അടിച്ചിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് ഡെപ്പോസിറ്റ് സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു അക്കൗണ്ടിലാക്കി തരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ടെലഗ്രാമിൽ ലഭ്യമാണ്. ടെലഗ്രാമിൽ നിങ്ങൾക്ക് ടെസ്റ്റ് വേർഷൻ അവൈലബിൾ ആണ്. അതിൻ്റെ വേർഷൻ 2ൻ്റെ ഉടനെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു ബോട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ADX ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മുടെ മാർട്ടിംഗയിലും അതുപോലെ ഗ്രിഡ് ട്രേഡിംഗ് കൂടിയും മിക്സ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അഥവാ നിങ്ങൾ ബൈ ഓൺലി മാത്രമാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഗ്രീൻ ലൈന് മുകളിലേക്കാണെങ്കിൽ മാത്രമേ ട്രേഡ് എടുക്കുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഇനി അതിൽ ബോട്ടിൽ നമ്മുടെ ഓപ്ഷൻ ഉണ്ട്, ക്ലോസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻസ് വരുമ്പോൾ, ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ ഒരു ബൈ ഓപ്പൺ ആയിട്ട് മുകളിൽ ഗ്രീൻ വന്നിട്ടുണ്ട്, ബൈ ഓപ്പണായി. അത് നമ്മൾ നമ്മുടെ സെറ്റിങ്സിൽ നമ്മൾ SL അല്ലെങ്കിൽ ക്ലോസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വരികയാണെങ്കിൽ ഈ റെഡ് മുകളിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് ക്ലോസ് ചെയ്യുന്ന രീതിയിലുള്ള സെറ്റിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന സെറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഗ്രിഡായിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ ഒന്ന് നമ്മൾ ഇവിടെ എടുത്തു 4700 എടുത്തു. അതിനുശേഷം നമ്മൾ 10 പോയിൻ്റ്, ഞാനിപ്പോൾ നമുക്ക് ഗോൾഡ് നല്ല ഫ്ലക്ച്വേഷൻ ആവുന്നതുകൊണ്ട് 25 പോയിൻ്റാണ്. ഏകദേശം 25 പോയിന്റ് താഴെ നമുക്ക് താഴെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 25 അല്ല, ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ 3 നാലാമത്തെ ഗ്രിഡ് ആകുമ്പോൾ നമ്മൾ 3 അതിൽ ഓരോ ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ 4 കൊടുക്കുകയാണെങ്കിൽ നാലാമത്തെ ഗ്രിഡിൽ നമ്മൾ ടോട്ടൽ പ്രോഫിറ്റ് നമ്മുടെ ഫസ്റ്റ് ഗ്രിഡിൻ്റെ ഫ്ലോട്ടിംഗ് ലോസ് എത്രയാണോ, ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ ട്രേഡ് എടുത്തത് 0.01 ആണെങ്കിൽ അത് ഇത്രയും പോയിന്റ്, ചിലപ്പോൾ ഇത്രയും പിപ്പ് നമുക്ക് ലോസ് ആയിരിക്കും കാണിക്കുക. അപ്പം നമ്മുടെ ഈ ഒരു ടോട്ടൽ പ്രോഫിറ്റ് നമുക്ക് ഈ ഒരു ലോസിനേക്കാൾ 20% കൂടുതലാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് കട്ടാകും. പിന്നെ ഈ 3 പൊസിഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ രീതിയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും വിശദമായിട്ട് ഞാൻ എങ്ങനെയാണ് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഞാൻ XNSലും അൽപ്പാരിലും അതുപോലെ തന്നെ സ്റ്റാറിലൊക്കെ നമുക്ക് അതിൽ സ്റ്റോപ്പ് ലോസ് 500 വെക്കാൻ പറയുന്നുണ്ട്, 15 വെക്കാൻ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതെന്തുകൊണ്ടാണ് വെക്കാൻ പറയുന്നത് അതും കൂടി പറയുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ബാക്ക് ടെസ്റ്റ് വേർഷൻ നിങ്ങൾക്ക് ടെലഗ്രാമിൽ അവൈലബിൾ ആണ്. ലൈവ് ടെസ്റ്റ് നിങ്ങൾ ചാർട്ടിലേക്ക് ഇടുമ്പോഴാണ്, നിങ്ങൾ ചാർട്ടിലേക്ക് ഇപ്പോൾ ഈ ഒരു ടെസ്റ്റ് വേർഷൻ നിങ്ങൾ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണിക്കുക. അതുകൊണ്ട് ടെസ്റ്റ് വേർഷൻ എപ്പോഴും നിങ്ങൾ സ്ട്രാറ്റജി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം മാത്രമേ ചെയ്യാനേ പറ്റുള്ളൂ. ടെസ്റ്റ് ഇങ്ങനെ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ ലൈവ് ചാർട്ടിലേക്ക് ഡെമോ അക്കൗണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വർക്കാവില്ല. ഇനി ലൈവ് അക്കൗണ്ടിൽ ഞാൻ തന്ന ഫയലും നിങ്ങൾ വേറെ അക്കൗണ്ടിൽ ഇട്ടാൽ വർക്ക് ചെയ്യില്ല എന്നും കൂടി ഓർത്തിരിക്കാം. ഇപ്പോൾ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യേണ്ട ഒരുപാട് വീഡിയോസ് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഡേറ്റ് കൊടുക്കാം, അതിനുശേഷം ഇൻപുട്ടിൽ മാറ്റങ്ങൾ കൊടുക്കാം, അതിനുശേഷം സ്റ്റാർട്ട് എന്ന് കൊടുക്കാം. നിങ്ങൾക്ക് വിഷ്വലായിട്ട് കാണുന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ ഇവിടെ ടിക്ക് ഓൺ ആയിരിക്കണം. ഓക്കെ, അതുപോലെ നമ്മൾ ചാർട്ടും ഏത് ചാർട്ടിലാണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന ആ ടെസ്റ്റിംഗ് ചാർട്ട് ഇവിടെ ഈ ഒരു MT5 ഓൺ ആയിരിക്കണം എന്നും കൂടി പറഞ്ഞ് ഓർത്തിരിക്കാം. ഇനി നമുക്കതിൻ്റെ ലൈവിലേക്ക് എങ്ങനെയാണ്, ലൈവിലേക്ക് വരുമ്പോഴേക്ക് നമ്മളിവിടെ ആൽഗോ ട്രേഡിംഗ് ഓൺ ആക്കിയിരിക്കണം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഗോൾഡിലാണെങ്കിൽ ഗോൾഡിൻ്റെ ചാർട്ട് ഇവിടെ വാച്ച് ലിസ്റ്റിൽ ആ ഗോൾഡ് വേണം. അതിനുശേഷം നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ചാർട്ടൊക്കെ ഒഴിവാക്കിയ ശേഷം നിങ്ങൾക്ക് ഗോൾഡ് എന്ത് ചെയ്യാൻ പറ്റും, ചാർട്ട് വിൻഡോയിൽ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് 1 അവർ ഓപ്പൺ ചെയ്യാം. ഇതിൽ ടൈം ഫ്രെയിമിൽ ഇവിടെ പ്രാധാന്യമില്ല. ഇവിടെ 1 അവർ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ADX കൂടി കാണാൻ പറ്റും. നിങ്ങൾ മറ്റുള്ള ചാർട്ട് പോയി കഴിഞ്ഞാൽ അത് കിട്ടില്ല. അതാണ് 1 അവർ ആക്കിയുള്ള മെച്ചം.
അപ്പോൾ നമ്മൾ ഇങ്ങനെ നിങ്ങൾക്ക് ടെലഗ്രാമിൽ അയച്ചു തരും ഫയൽ. നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ റെഫറലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫയൽ കിട്ടും. നിങ്ങൾ സെൻഡ് അക്കൗണ്ടിൽ മാക്സിമം ചെയ്യാൻ നോക്കുക. നമ്മൾ USD അക്കൗണ്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വലിയ ക്യാപിറ്റൽ വേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ സെൻഡ് അക്കൗണ്ടിൽ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഒന്നുകൂടി നന്നാവുക. എന്നിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ USDയിലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എത്രയാണ് ക്യാപിറ്റൽ വേണ്ടതെന്ന്. മിനിമം നിങ്ങൾ 10,000 സെൻറ്റ് 10,000 10,000 സെൻറ്റ് എന്ന് പറയുമ്പോൾ $100 നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഇത് വർക്ക് ചെയ്യുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇവിടെ നമ്മൾ ലൈവ് ഫയൽ നിങ്ങൾക്ക് കിട്ടും. ആ ലൈവ് ഫയൽ നിങ്ങൾ ഇതിലേക്ക് വലിച്ചിടുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഡബിൾ ക്ലിക്ക് കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. കോമണിൽ പോയിട്ട് ഫസ്റ്റ് ആൽഗോ ട്രേഡിംഗ് ഓണാക്കി ഈ ഒരു ടിക്ക് ഓൺ ആയിരിക്കണം. ഇനി നമ്മൾ സെറ്റിങ്സ് എന്താണെന്നൊക്കെ പറയാം. ഇപ്പോൾ ഇവിടെ ഇത് XNSൻ്റെ ചാർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ XAUSD 4530.225 അല്ലെങ്കിൽ 288 3 ഡെസിമലായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ ഇനി സ്റ്റാറിൻ്റെ നോക്കുകയാണെങ്കിൽ 4529.72 2 ഡെസിമലാണ്. അപ്പോൾ നിങ്ങളുടെ ബ്രോക്കർ 2 ഡെസിമൽ ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബ്രോക്കർ 2 ഡെസിമൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ പിപ്പ് സൈസ് 2 ഡിജിറ്റ് കൊടുക്കണം. ഇവിടെ ഞാൻ XNSലാണ് ഈ ഒരു സെറ്റിങ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ 3 ഡിജിറ്റാണ്. അതുകൊണ്ട് തന്നെ പോയിന്റ് കഴിഞ്ഞിട്ട് 3 ഡിജിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ കൊടുക്കേണ്ടത് 5 പോയിന്റിനാണെങ്കിൽ 500. ഇപ്പോൾ 4529 ആണ്. നിങ്ങൾക്ക് 5 പോയിന്റ് ടാർഗറ്റ് ആയിരുന്നെങ്കിൽ 4534 വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 3 ഡിജിറ്റുള്ള ബ്രോക്കറിൽ 500. അതുപോലെ 2 ഡിജിറ്റുള്ള സ്റ്റാർട്ടർ പോലത്തെ ബ്രോക്കറിലാണെങ്കിൽ 50 കൊടുക്കണം. അപ്പോൾ 50 എന്ന് പറയുമ്പോൾ 5 പോയിൻ്റാണ് എന്ന് ഓർത്തിരിക്കുക. അതാണ് വ്യത്യാസം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരുപാട് ആളുകൾ ചോദിച്ചു അതെന്താണ് അങ്ങനെ 500 50 വ്യത്യാസം മനസ്സിലാവുന്നില്ല എന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രേഡ് ഡയറക്ഷൻ ഉണ്ട്, ബൈ ഓണിലുണ്ട്, അതുപോലെ സെൽ ഓണിലുണ്ട്, ബോത്തും ഉണ്ട്. ബോത്ത് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബൈയും സെല്ലും എടുക്കും. എങ്ങനെ? നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജിയിൽ ഗ്രീൻ ലൈന് മുകളിലേക്ക് പോകുമ്പോൾ ബൈ എടുക്കും, അതുപോലെ താഴെ റെഡ് ലൈന് മേലേക്ക് പോകുമ്പോൾ സെൽ എടുക്കും. ആ രീതിയിലാണ് അവിടെ വർക്കാവുക ബോത്ത് കൊടുത്തു കഴിഞ്ഞാൽ. ഞാൻ പൊതുവേ ഗോൾഡിൽ ഇപ്പോഴൊക്കെ ബൈ ഓൺലിയാണ് കൊടുക്കാറ്. എനിക്ക് ഒന്നുകൂടി ബെറ്ററായിട്ട് തോന്നിയിരിക്കുന്നത് ബൈ ഓൺലിയാണ് എന്ന് കൊടുക്കുമ്പോൾ. ഒന്നുകൂടിയും ഇത് സെല്ലിനേക്കാൾ എനിക്ക് ബൈ ആണ്. ബൈ ഓൺലി കൊടുക്കുമ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് ഇത് ഇവിടെ ഗ്രീനിൽ സ്റ്റാർട്ട് ചെയ്യും. അതിന് ശേഷം നമ്മളിപ്പോൾ ഇതിൻ്റെ റെഡ് ലൈന് താഴെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ലെയറൊന്നും ആഡ് ചെയ്യില്ല, പിന്നെയും ഗ്രീൻ വരുമ്പോൾ മാത്രമേ ആഡ് ചെയ്യുള്ളൂ. ആ രീതിയിലാണ് വരിക. അപ്പോൾ അതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ലോട്ട് നിങ്ങൾ ഇതിലാണെങ്കിൽ സെൻഡ് അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾ 10,000 ആണ് ഇടുന്നതെങ്കിൽ നിങ്ങൾക്ക് 0.05 ഒക്കെ എടുക്കാം, അല്ലെങ്കിൽ 0.002 കൊടുത്ത ശേഷം ലോട്ട് മൾട്ടിപ്ലയർ 1.5 കൊടുക്കാം. അഥവാ ലോട്ട് മൾട്ടിപ്ലയർ 1.5 നമ്മൾ 0.02 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ അലോ മാർട്ടിംഗയിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗ്രിഡ് ഗ്യാപ്പ് ഇവിടെ 2500 എന്ന് പറയുമ്പോൾ 25 പോയിൻ്റാണ്. 25 പോയിൻ്റ് താഴെ വരുമ്പോഴാണ് പിന്നീട് ഗ്രിഡ് ആഡ് ചെയ്യുക. നിങ്ങൾക്കത് 10,000 കൊടുക്കാം, 1000 കൊടുക്കാം. 1000 കൊടുത്തു കഴിഞ്ഞാൽ 10 പോയിൻ്റ് താഴെ ആയിരിക്കും വരിക. അപ്പോൾ ആദ്യം നമ്മൾ 0.02 കൊടുക്കുകയാണെങ്കിൽ 1.5 ലോട്ട് മൾട്ടിപ്ലയർ കൊടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ലോട്ട് 10,000 പോയിൻ്റാണ്. 10 പോയിൻ്റ് താഴെ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 0.01 ഉള്ളത് 0.02 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 1.5 കൊടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് വരുന്നത് 0.03 ആയിരിക്കും. അതിന് ശേഷം പിന്നെ 1.5 പറയുമ്പോൾ 3യും അതിൻ്റെ 4 പോയിൻ്റ് സംതിങ് ആയിരിക്കും പിന്നീട് വരിക. ആ രീതിയിലായിരിക്കും പിന്നീട് ലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വരിക. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഗ്രിഡ് ഗ്യാപ്പ് 1000 എന്ന് പറയുമ്പോൾ ഇവിടെ 3 ഡിജിറ്റ് ആവുന്നുണ്ടെങ്കിൽ 1000 എന്ന് പറയുമ്പോൾ 10 പോയിൻ്റാണ്. സ്റ്റാറിലോ അല്ലെങ്കിൽ എൽപ്പയറിലോ മറ്റുള്ള ഇതിൽ 2 ഡിജിറ്റ് ആവുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ 100 കൊടുക്കേണ്ടതെന്ന് ഓർത്തിരിക്കുക 10 പോയിൻറ്റിന്. പിന്നെ മാക്സിമം ഗ്രിഡ് ഓർഡർ നിങ്ങൾക്ക് എത്ര ഗ്രിഡ് താഴേക്ക് വേണം, ഓരോ ഡിപ്പിനും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്ര ഗ്രിഡ് മാക്സിമം വേണം എന്നുള്ളത് ഇവിടെ കൊടുക്കാം. പിന്നെ മാക്സിമം ഇത്ര ട്രേഡ്, ഒരു ദിവസം ഇത്ര ട്രേഡ് എന്നുള്ളെങ്കിൽ ഇത് കൊടുക്കാം. പിന്നെ TP ഡിസ്റ്റൻസ് നിങ്ങൾക്ക് എത്ര TP ഉണ്ട്. ഞാൻ സാധാരണയായിട്ട് കൊടുക്കുന്നത് ഞാൻ 5 പോയിൻ്റാണ് TP കൊടുക്കുക. അത് നിങ്ങൾക്ക് കുറച്ച് വെക്കാം, 3 പോയിൻ്റൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ. സ്റ്റാറിലാണെങ്കിൽ ഇവിടെ 3 പോയിൻ്റാണെങ്കിൽ 30 കൊടുക്കേണ്ടത്. നമ്മൾ XNS ആണെങ്കിൽ നിങ്ങൾ 3 പോയിൻ്റ് 300 കൊടുക്കേണ്ടത്. പിന്നെ ഇവിടെ SLൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബാസ്ക്കറ്റ് SL, വിസിബിൾ ഫിക്സഡ് SL, ഇൻവിസിബിൾ ഫിക്സഡ് SL എന്ന് കാണാം. ബാസ്ക്കറ്റ് SL എന്നുള്ളത് ഇവിടെ നിങ്ങളുടെ ഇക്വിറ്റിയുടെ നിങ്ങൾ എത്രയാണോ നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ എത്ര % ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാസ്ക്കറ്റ് SL ടോട്ടൽ SL അടിച്ച് ടോട്ടൽ ഇക്വിറ്റി ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും
നിങ്ങളുടെ ലോസ് ആണെങ്കിലുള്ളൂ ബാസ്ക്കറ്റായിട്ട് ടോട്ടൽ ലോസ് എത്രയാണോ 20% കവിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇക്വിറ്റിയുടെ ഈ 20% കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് ക്ലോസ് ആവും. അതുപോലെ തന്നെ നിങ്ങളിനി വിസിബിൾ ഫിക്സഡ് എസ്സലാണെങ്കിൽ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് നിങ്ങൾക്ക് താഴെ എത്ര സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ഓരോ ട്രേഡിൽ നിങ്ങൾക്ക് വെക്കാം. അതുപോലെ തന്നെ സെല്ലിൻ്റെ സൈഡിലും വെക്കാം. ഇനി ഇൻവിസിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻവിസിബിൾ കൊടുക്കാം, പക്ഷേ നിങ്ങൾ ചാർട്ടിൽ അത് കാണില്ല, പക്ഷേ അവിടെ ഒരു SL ഉണ്ടാവും, ആ രീതിയിലും കൊടുക്കാൻ പറ്റും. അപ്പോൾ SL 3 ടൈപ്പാണ്, അത് കൊടുക്കാം. പിന്നെ എനേബിൾ വേഴ്സ് ട്രേഡ് ക്ലോസ് എന്ന് പറഞ്ഞാൽ അത് ട്രൂ ആണ്. അപ്പോൾ മിനിമം ഗ്രിഡ് ട്രേഡ് 4. അപ്പോൾ ഇത് പറഞ്ഞത് നമുക്കിപ്പോൾ 4 ട്രേഡ് ഗ്രിഡ് താഴേക്ക് ഓപ്പണായി. അതിനുശേഷം നമുക്കവിടെ ഗ്രിഡ് നമുക്ക് ഇപ്പോൾ 4532 ഗ്രിഡ് ഉണ്ട്. 5 പോയിൻ്റ് ആണെങ്കിൽ 4500 ടാർഗറ്റ് 4537 നമുക്ക് ടാർഗറ്റ് ഉണ്ടാവും. അതടിച്ചും പിന്നീട് അത് ഓപ്പൺ ആവും. പിന്നീട് അങ്ങനെ നമുക്ക് 4 ഗ്രിഡ് ആയിട്ടുണ്ട്. നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് ഇന്നത്തെ പ്രോഫിറ്റ് നമുക്കൊരു 300 ഒരു ഫസ്റ്റത്തെ ഗ്രിഡ് ഒരു 400 അല്ലെങ്കിൽ 40 പോയിൻ്റ് അല്ലെങ്കിൽ ഇനി സെൻറ്റിലാണെങ്കിൽ 400 സെൻറ്റൊക്കെയാണ് ലോസ് കാണിക്കുന്നത്. നമ്മൾ ഡെയിലി നമുക്ക് പ്രോഫിറ്റ് കാണിക്കുന്നത് ഇവിടെ ടോട്ടൽ കിട്ടിയത് ഇവിടെ നമ്മുടെ ബുക്ക് ചെയ്തത് 500 ആണെങ്കിൽ എന്ത് ചെയ്യും, ആ ഫസ്റ്റത്തെ 400 എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോസ് ഉള്ള ആ ഒരു ഗ്രിഡ് ആ ഒരു ലെയർ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക് കട്ടാവും. അപ്പോൾ അതൊരു നല്ലൊരു ഓപ്ഷനാണ്. അതൊരു നല്ലൊരു കാരണം അത്ര നമുക്ക് പിന്നീട് താഴേക്ക് നമുക്ക് വേണമെങ്കിൽ 3 ആക്കാം. ഇത് 3-ൽ കുറച്ചാക്കാതിരിക്കുക, കാരണം പെട്ടെന്ന് ക്ലോസ് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ 4 ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് 3 ആക്കാമതും. അതിനുശേഷം നമുക്കിവിടെ 120% എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ലോസിൻ്റെ എത്ര % പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാലാണ് ഈ ഒരു ലെയർ ഓഫ് ആക്കേണ്ടതെന്നാണ്. അപ്പോൾ 100 ഇപ്പോൾ 500 ആണെങ്കിൽ നമുക്കൊരു 600 പോയിൻ്റാണ് പ്രോഫിറ്റ് ടുഡേ എന്നുണ്ടെങ്കിൽ നമുക്ക് ആ 500ൻ്റെ ലെയർ ലോസ് കവർ ചെയ്യും. ആ രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഓപ്ഷൻ. ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ നല്ല രീതിയിൽ അത് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ വെച്ചത്. പിന്നെ ADX ഫിൽറ്റർ നമുക്ക് യൂസ് ADX ഫിൽറ്റർ ഉപയോഗിച്ചാണ് ഈ ട്രേഡ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ADX ഫിൽറ്റർ ഓണാക്കി കൊടുക്കാം. പിന്നെ ടൈം ഫ്രെയിം 1 hour ആണ് ഏറ്റവും ബെറ്റർ. 1 hour ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ട്രെൻഡ് ചേഞ്ച് ചെയ്യുന്നത് അറിയാൻ പറ്റും. ഞാൻ ആദ്യം 4 hour വെച്ചിരുന്നത് 1 hour വെച്ചാൽ മതി. 1 hour വെക്കുമ്പോഴാണ് നമുക്ക് ഒന്നുകൂടി ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതൊരു വളരെ നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഈ ഒരു ക്ലോസ് ട്രേഡ് ഓൺ ഓപ്പോസിറ്റ് ADX. അപ്പോൾ ഈ ഒരു ഇത് ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ അവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കില്ല, പെട്ടെന്ന് കട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്ലോട്ടിംഗ് ലോസ് കുറക്കാൻ പറ്റും. അത് സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ബാസ്ക്കറ്റ് എസ്സിൽ നിങ്ങൾ എത്ര കൊടുത്താലും ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് ഡയറക്ഷൻ ക്ലോസ് ആയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് കട്ടാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ADX പീരിയഡ് 14 ആണ്. നിങ്ങൾക്ക് ADX മിനിമം ലെവൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ മിനിമം 10 ആണ്. ഞാൻ ഫുൾ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ട്രെൻഡിൽ മാത്രം ട്രേഡ് എടുത്താൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, 20 കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നീട് വരുന്നത് നമ്മൾ മാറ്റിയിട്ടില്ല. ഡെയിലി ഡ്രോ ഡൗൺ. നിങ്ങൾക്ക് ഇത്ര ഡെയിലി ഡ്രോ ഡൗൺ വന്നു കഴിഞ്ഞാൽ ഇത്ര ലോസ് വന്നു കഴിഞ്ഞാൽ അന്ന് പിന്നെ ട്രേഡ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ ട്രൂ കൊടുക്കുക. അതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് എത്ര $1 കൊടുക്കുക. ഡെയിലി പ്രോഫിറ്റും അതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ ചാർട്ട് കളറ് നിങ്ങൾക്ക് മാറിയും. പിന്നെ ഈ ഇന്ന ടൈമിൽ മാത്രം ട്രേഡ് എടുത്താൽ മതി. ന്യൂയോർക്കിൽ മാത്രം അല്ലെങ്കിൽ ലണ്ടനിൽ മാത്രം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സമയം നിങ്ങളെ സിസ്റ്റം ടൈം ആയിരിക്കും വരിക. ആ ടൈം കൊടുത്താൽ അതനുസരിച്ചായിരിക്കും കൊടുക്കുക. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരുത്തിയത് ഒന്നാമതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഈ ഒരു എനേബിൾ വേഴ്സ്റ്റ് ട്രേഡ് ക്ലോസ് ആണ്. പിന്നെ ഞാൻ മാറ്റം വരുത്തിയതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം വന്നിരുന്നത് ഓരോ ട്രേഡിൻ്റെയും ഓരോ ഗ്രിഡിൻ്റെയും എടുത്ത ശേഷം അതിൻ്റെ ആവറേജ് ആയിരുന്നു വന്നിരുന്നത്. ഇപ്പോൾ ഓരോന്നിനും സെപ്പറേറ്റ് കൊടുത്തു. കാരണം അതാണ് ഒന്നുകൂടി നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ നന്നായിട്ട് വർക്ക് ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്. ഞാനിവിടെ ലൈവ് അക്കൗണ്ടിൽ വർക്ക് ചെയ്യിക്കുന്നുണ്ട്. ഇവിടെ ട്രേഡ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ചെറിയ പ്രോഫിറ്റാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഗ്യാപ്പ് ഒന്ന് കൂട്ടിയിരുന്നു, 25 പോയിൻ്റ് ഗ്യാപ്പ് ആക്കിയിരുന്നു. അതുകൊണ്ട് ട്രേഡ് കുറവായിരിക്കും. 10 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഇട്ടത് ഇവിടെ ഉണ്ട്, ഓൾറെഡി ഉണ്ട്. ഇതിൽ ജസ്റ്റ് ഞാൻ ഞാൻ മുമ്പുള്ള ആണ് ഇത് കണക്ട് ചെയ്തിരുന്നത്. ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു. അതുപോലെ തന്നെ വീണ്ടും ഈ ഒരു അക്കൗണ്ടും അതുപോലെ തന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും. ഇത് നമുക്ക് പല രീതിയിലുള്ള റിസ്ക് മാനേജ്മെൻറ്റ് ഇതിൽ വരുത്താൻ പറ്റും എന്നും കൂടി ഓർത്തിരിക്കുക. TP ആയിട്ടും അതുപോലെ SL ആയിട്ടും നമുക്ക് മാറ്റാൻ പറ്റും. ബൈ ഓൺലൈനെങ്കിൽ ബൈ ഓൺലി എടുക്കാം. അതുപോലെ സെൽ ഓൺലി ആണെങ്കിൽ സെൽ ഓൺലി, ബോത്താണെങ്കിൽ ബോത്തും ചെയ്യാൻ പറ്റും.
അതിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ഇപ്പോൾ നിങ്ങൾ സ്റ്റാൻഡേർഡ് അക്കൗണ്ട് ആണെങ്കിൽ എപ്പോഴും 0.500 ഇക്വിറ്റി ഉള്ള ആളാണെങ്കിൽ $500 ചെയ്യാവുന്ന ആളാണെങ്കിൽ 0.01 എടുത്താൽ മതി. അപ്പോൾ ലോട്ട് മൾട്ടിപ്ലയർ നിങ്ങൾ സ്റ്റാൻഡേർഡ് നിങ്ങൾ ഈ USD അക്കൗണ്ട് ആണെങ്കിൽ 1.5 എടുക്കുന്ന 1 എടുത്താലും അത് ആയിരിക്കും ഒന്നുകൂടി റിസ്ക് കുറവുണ്ടാവുക. പിന്നെ ഗ്രിഡ് ഗ്യാപ്പ് 10,000 ഉള്ളത് അഥവാ 10 പോയിൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി റിസ്ക് ഒന്നുകൂടി കുറച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 25 പോയിൻ്റ് ആക്കാം. ആ രീതിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ബാസ്ക്കറ്റ് എസ് എൽ നിങ്ങൾക്ക് ടോട്ടൽ ഇക്വിറ്റിയുടെ ടോട്ടൽ നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയാണോ അതിൻ്റെ എത്ര പെർസെൻറ്റേജാണ് വെക്കണം. നിങ്ങൾക്ക് അത് കുറച്ച് കൊടുക്കാം. ഞാൻ 20% കൊടുത്തുള്ളൂ. നിങ്ങൾക്ക് 5% വെക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രയാണോ അത് വെക്കേണ്ടത് അതിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ വേഴ്സിറ്റേഡിൻ്റെ ഇത് ഒരു പുതിയ ഓപ്ഷനാണ്. നമ്മുടെ ഡെയിലി പ്രോഫിറ്റ് കണക്കാക്കിയിട്ട് നമുക്ക് ഏറ്റവും ലോസുള്ള ആ ഒരു ലെയർ കട്ട് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഡിഫോൾട്ടുള്ള ഓപ്ഷൻസാണിത്. ഇതിൽ മാറ്റം വരുത്തേണ്ടത് നിങ്ങളുടെ ലോട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രിഡ് ഗ്യാപ്പും അതുപോലെ തന്നെ നിങ്ങളുടെ TP ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ആക്കാം. പിന്നെ സ്റ്റോപ്പ് ലോസിൻ്റെ കണക്ക് നിങ്ങൾക്ക് മാറ്റാം. അതുപോലെ തന്നെ അത് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ക്ലോസ് ചെയ്യണോ, നിങ്ങൾ ഈ ക്ലോസ് ചെയ്യാതെ ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇത് ഫോൾസ് ആക്കിയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുക, ട്രൂ ആക്കിയിട്ടും ബാക്ക് ടെസ്റ്റ് ചെയ്യുക. രണ്ടിനും നിങ്ങൾക്ക് എങ്ങനെയാണ് റിസ്ക് റിവാർഡ് കിട്ടുമെന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾക്കിത് ലൈവ് അക്കൗണ്ടിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഇതിലേക്ക് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത് അപ്പം തന്നെ എന്ത് ചെയ്യും, ബൈ ഓൺലിയാണ്. നമുക്ക് എന്ത് ചെയ്യും, ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ട്രേഡ് എടുക്കുന്നതാണ്. ട്രേഡ് എടുക്കാൻ കാരണം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഇത് ഗ്രീനായി കൊടുക്കുന്നുണ്ട്. ഗ്രീന് കളർ കൊടുത്താലേ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ റെഡാണോ ഗ്രീനോ. കേട്ടോ, ഇവിടെ ഗ്രീൻ ആയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ബൈ ട്രെൻഡാണ്, അതുകൊണ്ട് തന്നെ ഗ്രീൻ എനേബിൾ ആവും. ഇനി നെക്സ്റ്റ് നമ്മൾ 10,000 കൊടുത്തുകൊണ്ട് തന്നെ 10 പോയിൻ്റ് ഏകദേശം 4,521 വീണ്ടും ഇതിൻ്റെ 1.5 ആഡ് ആവും. അതിനുശേഷം പിന്നെ 4,000 പിന്നെ 10 പോയിൻ്റ് താഴെ ആയിരിക്കും. ഈ 3 ട്രേഡുകൾ 3 ലെയറിൽ നമുക്ക് ഇന്നിപ്പോൾ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്, ഒരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. ആ എമൗണ്ട് ഫസ്റ്റ് ലെയറിന് ലോസിനേക്കാൾ കൂടുതലാണെങ്കിൽ ഫസ്റ്റ് ലെയർ ഓട്ടോമാറ്റിക് കട്ടാവും. അതാണ് പുതിയ ഓപ്ഷൻ. അപ്പോൾ അത് നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ബോട്ട് നിങ്ങളുടെ ലൈവ് അക്കൗണ്ടിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ XNS ഉണ്ടെന്നുണ്ടെങ്കിൽ, ഓൾറെഡി നിങ്ങൾ XNS ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ റെഫറിലേക്ക് മാറ്റാം. ഇനി XM ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എൻ്റെ കോഡ് XM നിങ്ങൾ A to Z 123 എന്നുള്ള XM കോഡ് നിങ്ങൾക്ക് അടിക്കാം. അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർ ആണെങ്കിൽ സ്റ്റാറിലെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഇനി അൽപ്പാരി ആണെങ്കിൽ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അപ്ഡേറ്റഡ് വേർഷൻ വേണ്ട ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് അക്കൗണ്ട് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി, എൻ്റെ റെഫറിലുള്ള അക്കൗണ്ടുകൾക്ക്. അതുപോലെ തന്നെ ഇനി പുതിയ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെഫറിലെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് അയക്കാം. ഓക്കെ, അപ്പോൾ വാട്സപ്പിൽ ഇനി നമ്മുടെ XNS നിന്ന് മാറുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളതെങ്കിൽ എനിക്ക് വാട്സപ്പിൽ ഈ ഒരു വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, മറ്റൊരു വീഡിയോ കൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.